ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ 25% തീരുവ ചുമത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓഗസ്റ്റ് 1 മുതൽ പുതിയ താരിഫ് പ്രാബല്യത്തിൽ വരും. ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് കടുത്ത ആഘാതം സൃഷ്ടിക്കുന്നതാണ് ട്രംപിന്റെ തീരുമാനം. ഗോകുൽ രവി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോകുൽ, ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് നിരന്തരമായ സമ്മർദ്ദം, ഭീഷണി ഇന്ത്യക്ക് മേൽ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോഴാ ഭീഷണി പോലെ തന്നെ, നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചതുപോലെ തന്നെ, മുന്നറിയിപ്പ് നൽകിയതുപോലെ തന്നെ ആ തീരുമാനം അമേരിക്ക നടപ്പിലാക്കുന്നു. ഇന്ത്യക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന തീരുമാനമാണ്. വിശദാംശങ്ങൾ ഗോകുൽ. തീർച്ചയായും ഇത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി, അതായത് അമേരിക്കയുടെ കാര്യത്തിലെടുത്താൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കുകയാണ്. പകരച്ചുങ്കമെന്ന് കുറേ കാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ തീരുവ ചുമത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു ഓഗസ്റ്റ് 1 മുൻപായി ഒരു ട്രേഡ് കരാറിലെത്താൻ പറ്റാത്ത രാജ്യങ്ങൾക്ക് ഇത്തരത്തിൽ പകരച്ചുങ്കം ഏർപ്പെടുത്തുമെന്ന്. ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോൾ ആ പകരച്ചുങ്കം ചുമത്തിയിരിക്കുകയാണ് എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ കാര്യമായി തന്നെ ബാധിക്കും. ഇക്കാര്യത്തിൽ 5 റൗണ്ട് ചർച്ചകൾ നടന്നിരുന്നു ഇന്ത്യയും US തമ്മിൽ ഒരു വ്യാപാര കരാറിലെത്താൻ. പക്ഷേ അതിലെ പല വ്യവസ്ഥകളും, അമേരിക്ക മുന്നോട്ട് വെക്കുന്ന പല വ്യവസ്ഥകളും ഇന്ത്യക്ക് സ്വീകാര്യമല്ല. പ്രത്യേകിച്ച് ക്ഷീര കാർഷിക മേഖലയിലേക്ക് അടക്കം അമേരിക്കയ്ക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ട്. ഒപ്പം ഓട്ടോമൊബൈൽ മേഖലയിലേക്കും ഡിജിറ്റൽ വ്യവസായ രംഗത്തേക്കും അമേരിക്ക കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഒപ്പം ജനിതക മാറ്റം വരുത്തിയ വിളകളുടെ കയറ്റുമതി, ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി, അത് ഇന്ത്യ ഒരു ഘട്ടത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഏതാണ്ട് ഈ ആവശ്യങ്ങളൊക്കെ തന്നെയും 700 ദശലക്ഷം വരുന്ന ഇന്ത്യയിലെ ഗ്രാമീണ കർഷകരെയും ഗ്രാമീണ മേഖലയും ഒക്കെ തിരിച്ചടിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ദോഷകരമായി ബാധിക്കുന്ന നിർദ്ദേശങ്ങളുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് നിൽക്കുന്നത്. ഏതായാലും 6 റൗണ്ട് ചർച്ചകൾ ഇനി നടക്കാനിരിക്കുന്നത് ഓഗസ്റ്റ് മധ്യത്തോടു കൂടി അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്ത്യയിലെത്തുകയും ചർച്ച നടത്തുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെട്ടെന്ന് ഇത്തരത്തിലൊരു ഡെഡ് ലൈൻ വെച്ചിട്ടും ഇന്ത്യ ഒരു കരാറിലേക്ക് എത്താതിരുന്നതിൻ്റെ കാരണം കൂടിയുണ്ട്. കാരണം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജപ്പാനും യൂറോപ്യൻ യൂണിയനുമാണ് അമേരിക്കയുമായി കരാറിലെത്തിയത്. പക്ഷേ ആ കരാറിലെത്തിയ ശേഷവും ജപ്പാനും അമേരിക്കയും തമ്മിൽ വലിയ തർക്കങ്ങൾ, ഈ ട്രേഡ് മായി ബന്ധപ്പെട്ട് അവരുടെ തീരുവയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വ്യവസ്ഥകൾ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യ അതിൽ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി മുന്നോട്ട് നീങ്ങുന്നത്. അല്ലെങ്കിൽ കുറച്ചുകൂടി അത്തരത്തിലൊരു തിടുക്കം കാണിക്കാതെ, ഒരു കരാറിലേക്കുള്ളൊരു പോകാനുള്ളൊരു തിടുക്കം ഇന്ത്യ കാണിച്ചില്ല. ഏതായാലും ഇത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയെ കാര്യമായി തന്നെ ബാധിക്കും. ഗൂഗിളി, നേരത്തെ നടന്ന ചർച്ചകളുടെ ഘട്ടത്തിലൊക്കെ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പലതരത്തിലുള്ള ഭീഷണിയും സമ്മർദ്ദവും അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ആ ചർച്ചകളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാട് രാജ്യ താൽപ്പര്യത്തിന് വിരുദ്ധമായി ഇങ്ങനെ ഒരു കരാറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. വരും ചർച്ചകളിലും അതുതന്നെയായിരിക്കും ഇന്ത്യയുടെ നിലപാട് എന്ന് കഴിഞ്ഞ ചർച്ചകളിലെ ഇന്ത്യയുടെ നിലപാടിൽ നമ്മൾ കണ്ടതാണ്. ഈ ഭീഷണി ഇത് ട്രംപ് നടപ്പിലാക്കും എന്നുകൂടി ഇന്ത്യ മുൻകൂട്ടി കാണുന്നുണ്ടായിരുന്നു. ഇനിയുള്ള ചർച്ചകളിൽ സാധ്യതയുണ്ടോ ഗോകുൽ രവി? അതോ ഇനി ചർച്ചകൾ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഗോകുൽ രവി? തീർച്ചയായും ഇന്ത്യയിൽ നിന്നുള്ള പ്രതികൾ, അല്ലെങ്കിൽ ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം ഒക്കെ പറയുന്നത് ഇനിയും തുടർ ചർച്ചകൾ ഉണ്ടാവും. 6 റൗണ്ട് ചർച്ച അതുകൊണ്ട് തന്നെയാണ് ഓഗസ്റ്റ് പകുതിയോടുകൂടി നടക്കുമെന്ന് ഇന്ത്യൻ പ്രതിനിധികൾ, അല്ലെങ്കിൽ നമ്മുടെ വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉറപ്പിച്ച് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ട്രംപ് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ബ്രിക്സുമായി കണക്ട് ചെയ്തുകൊണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം ബ്രിക്സിൻ്റെ ഒരു ബ്രിക്സ് കൂട്ടായ്മ ശക്തമാകുന്നത് ഡോളറിനെ കാര്യമായി ബാധിക്കും. അത് ട്രംപിന് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. മാത്രമല്ല റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. അതുകൊണ്ട് തന്നെ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കണം. അത് യുക്രൈൻ യുദ്ധത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ കുറയ്ക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ്. ആ കാര്യത്തിൽ പക്ഷേ ഇപ്പോഴും ഇന്ത്യ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ഇന്ധനത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ എണ്ണയുടെ കാര്യത്തിൽ റഷ്യ. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ട്രേഡ് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നതിനപ്പുറത്തേക്ക്, ഈ കരാറിലേക്ക് എത്തിയില്ല എന്നതിനപ്പുറത്തേക്ക് ഈ ബ്രിക്സിൻ്റെ രാജ്യങ്ങളുടെ ഇടപെടലുകൾ, അല്ലെങ്കിൽ ആ ബ്രിക്സ് കൂട്ടായ്മ, ഒപ്പം തന്നെ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി, ഈ കാര്യങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഈ പ്രഖ്യാപനം വരുന്നത്. ഏതായാലും ഇന്ത്യ വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇതിനെ സമീപിക്കുന്നത്. കാരണം വേഗത്തിലൊരു കരാറിലേക്ക് പോയാൽ, അല്ലെങ്കിൽ അതിലെ വ്യവസ്ഥകൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജപ്പാനൊക്കെ അനുഭവിക്കുന്ന പോലെയുള്ള നേരത്തെ ഓഗസ്റ്റ് 1 എന്നൊരു സമയപരിധിയൊക്കെ അമേരിക്ക ഇന്ത്യക്ക് മുമ്പിൽ വെച്ചിരുന്നെങ്കിലും ആ സമയപരിധിക്കൊന്നും കാത്തു നിൽക്കാതെ ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നേരത്തെ ട്രംപ് ഭീഷണിയിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ 25% തീരുവ ചുമത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗോകുൽ രവി ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.